നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല, ഭാവിയെക്കുറിച്ച് ആകുലപ്പെടേണ്ടതുമില്ല. മനോഭാവം ഒരു തിരഞ്ഞെടുപ്പാണ്. സന്തോഷം, ശുഭാപ്തി വിശ്വാസം, ദയ, ദാനം, ബഹുമാനം ഇവയൊക്കെ ഓരോ തിരഞ്ഞെടുപ്പുകളാണ്. നമ്മൾ ഇവയിൽ എന്തെല്ലാം തിരഞ്ഞെടുക്കുന്നുവോ അവയെല്ലാം നമ്മെ സ്വാധീനിക്കുന്നു. എന്നാൽ വിവേകത്തോടെ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. മീര ജാസ്മിൻ എന്ന അഭിനയ ചക്രവർത്തിനി, പകരം വയ്ക്കാനില്ലാത്ത അഭിനേത്രി. അവരുടെ മനോഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള പ്രശ്നങ്ങളാണോ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുവാനും അവരെ ആരാധകർ കൈവിടാനുമുള്ള കാരണമായോ എന്നൊന്ന് പരിശോധിക്കാം. ക്യാമറയ്ക്ക് മുൻപിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച് സക്സസ്ഫുള്ളായ ഒരു നായിക. സംവിധായകൻ ബ്ലസ്സി കണ്ടെത്തി ലോഹിതദാസിന് പരിചയപ്പെടുത്തി കൊടുത്ത ശാലീന സൗന്ദര്യമുള്ള ഒരു കൊച്ചു സുന്ദരി. തിരുവല്ലായിലെ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജോസഫിന്റെയും ഏലിയാമ്മയുടെയും 5 മക്കളിൽ 4ാമത്തതാണ് ജാസ്മിൻ മേരി ജോസഫ് എന്ന മീര ജാസ്മിൻ. സിനിമാ സങ്കല്പങ്ങളില്ലാത്ത, കലാപരമായ സ്വഭാവമില്ലാത്ത, നൃത്തം ചെയ്യാൻ അറിയാത്ത, അഭിനയം എന്തെന്നറിയാത്ത ആ പെൺകുട്ടിയെ സൂത്രധാരൻ എന്ന സിനിമയിലൂടെ പറഞ്ഞും പഠിപ്പിച്ചും അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞുകൊടുത്തും നമ്മുടെ മുൻപിലെത്തിച്ചത് എഴുത്തുകാരനും സംവിധായകനുമായ ലോഹിതദാസ് ആയിരുന്നു. അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച ഒരു വരദാനം തന്നെയായിരുന്നു മീര ജാസ്മിൻ എന്ന സുന്ദരി. അഭിനയം എന്തെന്ന് പോലും അറിയാതെ കടന്നു വന്ന അവരാണ് പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടിക്കുള്ള നാഷണൽ അവാർഡ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയതെന്ന് ഓർക്കണം. കൂടാതെ അവാർഡുകളുടെ ഒരു പെരുമഴക്കാലം തന്നെ അവരുടെ ചെറുപ്രായത്തിൽ, കുറഞ്ഞ കാലം കൊണ്ട് അവരുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായി. പാഠം 1 ഒരു വിലാപം എന്ന ചിത്രത്തിനാണ് അവർക്ക് നാഷണൽ അവാർഡ് ലഭിച്ചത്. അത് സംവിധാനം ചെയ്തത് TV ചന്ദ്രനായിരുന്നു. ആ ചിത്രത്തിന്റെ കഥയും നിർമ്മാണവും നിർവഹിച്ചിരുന്നത് ഇപ്പോഴത്തെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ നമ്മുടെ ആര്യാടൻ ഷൗക്കത്താണ്. മലയാള സിനിമയ്ക്കൊരു നായിക വസന്തം തന്നെ സമ്മാനിച്ച ചിത്രങ്ങളായിരുന്നു ഗ്രാമഫോൺ, സ്വപ്നക്കൂട്, രസതന്ത്രം, അച്ചുവിന്റെ അമ്മ, കസ്തൂരിമാൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ. അതോടൊപ്പം തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ നിർമ്മാതാക്കളും സംവിധായകരും അവരുടെ ഡേറ്റിനായി കാത്തുകെട്ടിക്കിടന്നിരുന്നു. മാധവന്റെ നായികയായി റണ്ണ്, ആയുധ എഴുത്തുകൾ, വിജയുടെ നായികയായി പുതിയ ഗീതൈ, വിശാലിന്റെ നായികയായി ചണ്ടക്കോഴി, അജിത്തിന്റെ നായികയായി ആഞ്ജനേയ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് അവർ തമിഴ്നാട്ടിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഒപ്പം തെലുങ്കിലെയും കന്നഡയിലെയും സൂപ്പർ നായകന്മാരുടെ നായികയായും അവർ മാറി. ഒരു മലയാള നടി സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ആദ്യ നടി എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. അതിനുശേഷം മാത്രമാണ് നയൻതാരയും കീർത്തി സുരേഷും ഒക്കെ ആ പാതയിലൂടെ സഞ്ചരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും മാത്രമായി 2 സ്റ്റേറ്റ് അവാർഡും കലൈമാമണി അവാർഡും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ചാനലുകളുടെ ഇന്റർവ്യൂകളിൽ വളരെ സംസ്കാര സമ്പന്നയും ഇരുത്തം എന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് നാം അവരെ കണ്ടിരിക്കുന്നത്. അവരൊരു ചാനലിൽ പറയുകയുണ്ടായി, ചാരിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അല്ലാതെ നമ്മുടെ കുടുംബത്തിൽ പലരും ചുറ്റുപാടുമുള്ളവരുമൊക്കെ ദുരിതത്തിൽ കഴിയുമ്പോൾ ദൂരെ ഒരാളെ സഹായിച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. എന്തായാലും അവർ പരിചയമുള്ള ചില സിനിമാക്കാരെ ഉദ്ദേശിച്ചിട്ടാകാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവർ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ പലപ്പോഴും വിവാദങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട്. അമ്മ നിർമ്മിച്ച 2020 എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് അവർക്കെതിരെ ഒരു അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു. അതിനവർ ഒരു പുല്ലു വില പോലും കൽപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ആ സമയത്ത് കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇനി മറ്റൊരു വിവാദം എന്താണെന്ന് വെച്ചാൽ, പാഠം 1 ഒരു വിലാപം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തളിപ്പറമ്പിൽ വെച്ച് നടക്കുമ്പോൾ അവിടുത്തെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കയറി തൊഴുതത് വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിയൊരുക്കി. ഒടുവിൽ ശുദ്ധി കലശത്തിനായി 10,000 രൂപ പിഴയടച്ച് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ഉണ്ടായത്. പടങ്ങളുടെ വിജയവും പ്രശസ്തിയും പണവും ഒക്കെ വന്നു ചേർന്നപ്പോൾ അവരുടെ സ്വഭാവത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അവർ പറയുന്നു, ഞാൻ ഹൈലി ഇമോഷണലും സെൻസിറ്റീവുമാണെന്ന്. എല്ലാം അടക്കി പിടിച്ച് എനിക്ക് സഹിക്കാൻ കഴിയില്ല.
സിനിമയിൽ എനിക്ക് സുഹൃത്തുക്കൾ കുറവാണ്. എല്ലാവരോടും സ്നേഹവും താല്പര്യവും കാണിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരോടും താല്പര്യമുള്ളവരോടും മാത്രമേ സ്നേഹം കാണിക്കാൻ കഴിയൂ. മീര ജാസ്മിന് മറ്റൊരു മുഖവും മോശപ്പെട്ട ചില സ്വഭാവ രീതികളുമുണ്ടെന്ന് ആദ്യമായി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പ്രശസ്ത സംവിധായകൻ കമലാണ്. കമലിന്റെ നിരവധി ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഗ്രാമഫോൺ, പെരുമഴക്കാലം, മിന്നാമിന്നിക്കൂട്ടം, സ്വപ്നക്കൂട് എന്നിവയാണവ. കമൽ മാധ്യമം മാസികയിലൂടെയാണ് അവർ മൂലം താൻ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് തുറന്നെഴുതിയത്. ഗ്രാമഫോണിന്റെ സമയത്ത് ആദ്യമൊക്കെ അവർ വളരെ സന്തോഷത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും പിന്നീട് അങ്ങോട്ട് അവർ വലിയ താരമായി സ്വയം മാറി. സെറ്റിലുള്ള ക്രൂ മെമ്പേഴ്സിനോടും സീനിയർ ടെക്നീഷ്യന്മാരോടുമൊക്കെ റൂഡായിട്ടാണ് പെരുമാറിയിരുന്നത്. വസ്ത്രാലങ്കാരത്തിന് നാഷണൽ അവാർഡ് വരെ വാങ്ങിയ കോസ്റ്റ്യൂമർ SB സതീശനോട് അവർ പൊട്ടിത്തെറിച്ച് വസ്ത്രങ്ങൾ വലിച്ചു കീറിയെറിഞ്ഞത് സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും ആശ്ചര്യത്തോടെയും ഞെട്ടലോടെയുമാണ് നോക്കിക്കണ്ടത്. അവരുടെ ആക്ടിംഗ് ടാലന്റ് ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ അവരെ സഹിച്ചതെന്ന് സംവിധായകൻ കമൽ ഓർക്കുന്നു. ഈ പ്രശ്നത്തിൽ അവരെ ഉപദേശിക്കുകയും ക്ഷമ പറയിപ്പിക്കുകയും ചെയ്തതായും കമൽ പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഒരു ശത്രുവിനെ പോലെയാണ് അവർ എന്നെ കണ്ടത്. സെറ്റിൽ സമയത്ത് വരാതിരിക്കുക, ഡബ്ബിംഗ് സമയത്ത് പറയാതെ ഇറങ്ങിപ്പോവുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും താൻ സഹിക്കേണ്ടി വന്നുവെന്നും മിന്നാമിന്നിക്കൂട്ടത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ അവരുടെ സഹോദരനുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസം കാരണം ഒരു ദിവസത്തെ ഷൂട്ടിംഗ് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടതായും വന്നു. സിംഗപ്പൂർ വെച്ച് സ്വപ്നക്കൂട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവരുടെ അവസാന ഷോട്ട് എടുക്കുന്ന വേളയിൽ ഞാൻ അവരോട് പറഞ്ഞു, ഇത് നമ്മൾ തമ്മിലുള്ള അവസാന സിനിമയുടെ അവസാന ഷോട്ടാണെന്നും ഇനി നമ്മൾ തമ്മിൽ ഒരു സിനിമ ഉണ്ടാകുമോ എന്നറിയില്ല എന്ന് പറഞ്ഞാണ് കമൽ ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. കമലിന്റെ ഈ തുറന്നു പറച്ചിൽ സിനിമാ ലോകത്ത് ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നു. ഈ വിഷയത്തെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് മീര ജാസ്മിനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, മീര ലൊക്കേഷനിൽ വന്നാൽ മഹാ കച്ചടയാണെന്നൊരു മുൻനിര സംവിധായകൻ പറയണമെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, അയാൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട കാണുമെന്നാണ്. ഞാൻ സമാധാനം പറയേണ്ടത് എന്റെ മനസാക്ഷിയോടാണ്. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അവർ പറയുന്നു, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് പശ്ചാത്താപവുമില്ല. സിനിമാ മേഖലയിൽ നിന്നും പലപ്പോഴും ഞാനും കേട്ടിട്ടുണ്ട് മീര സെറ്റിൽ താമസിച്ചേ വരികയുള്ളൂ എന്നും. വന്നാൽ വലിയ പ്രശ്നക്കാരിയാണ്, ദേഷ്യക്കാരിയാണ്, അവർക്ക് പോകണമെന്ന് തോന്നുമ്പോൾ അവർ പോകുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല. സിനിമയല്ലേ, ഒരാളെ ഒതുക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയുമല്ലോ. ഇതിനിടയിൽ പാട്ടിന്റെ പാലാഴി എന്ന രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മീരയോടൊപ്പം അഭിനയിക്കാൻ എനിക്കൊരു അവസരം ലഭിക്കുന്നു. മീരയെ പാട്ട് പഠിപ്പിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടായിരുന്നു എന്റെ വേഷം. മൈസൂർ വെച്ചായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് നടന്നത്. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് വേളയിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 4 മണിയായപ്പോൾ അവർ ഷൂട്ടിംഗ് നിർത്തിപ്പോകുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായും വന്നു. ഈ സംഭവം നേരിൽ കണ്ടതോടെ മറ്റുള്ളവർ പറയുന്നത് സത്യമാണെന്ന് എനിക്കും വിശ്വസിക്കേണ്ടതായി വന്നു. സിനിമയിൽ നല്ല സമയവും മോശ സമയവും ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. തുടക്കകാലത്ത് അടുപ്പിച്ചുള്ള വിജയം അവരെ ഉന്നതിയിൽ എത്തിച്ചപ്പോൾ, എന്നാൽ മോശം സമയം വന്നപ്പോൾ അവരുടെ ചിത്രങ്ങൾ തുടരെ തുടരെ പരാജയങ്ങളിലേക്ക് മോക്കുകുത്തി. തമിഴിൽ അന്നത്തെ മുഖ്യമന്ത്രി കലൈഞ്ചർ കരുണാനിധി കഥ എഴുതിയ തമിഴ് ചിത്രമാണ് പെൺസിംഗം. വമ്പൻ പ്രതീക്ഷയോടെ തമിഴ്നാട്ടിലെങ്ങും റിലീസ് ചെയ്ത ആ ചിത്രത്തിലെ നായിക മീര ജാസ്മിൻ ആയിരുന്നു. അതിൽ അവർക്ക് ഒട്ടും യോജിക്കാത്ത ഒരു പോലീസ് വേഷമാണ് ചെയ്തിരുന്നത്. എന്നാൽ ആ ചിത്രത്തിന്റെ പരാജയം അതിദയനീയമായിരുന്നു. ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ കസ്തൂരിമാൻ എന്ന ചിത്രം മീര ജാസ്മിനെ നായികയാക്കി തമിഴിൽ റീമേക്ക് ചെയ്ത് നിർമ്മിച്ചത് ലോഹിതദാസ് ആയിരുന്നു. നിർമ്മാണത്തിനായി ധാരാളം പണം മാർവാടികളുടെ കയ്യിൽ നിന്നും വലിയ വട്ടിപ്പലിശക്കെടുത്ത് ചിത്രം പൂർത്തിയാക്കി. അത്രത്തോളം വലിയ പ്രതീക്ഷ ആ ചിത്രത്തിന്റെ പുറത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ വിധി മറിച്ചായിരുന്നു. പടം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. ലോഹി ഭയങ്കര കടബാധ്യതകളാൽ ചുറ്റപ്പെട്ടു. ആരും സഹായിക്കാനില്ലാതെ അദ്ദേഹം നിസ്സഹായകനായി. ആ വീഴ്ചയിൽ നിന്നും ഒരിക്കലും പിന്നീട് അദ്ദേഹം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും മോചിതനായിട്ടുമില്ല. അങ്ങനെ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ മീര ജാസ്മിൻ സിനിമാ രംഗത്ത് നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷയായി. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ എന്ന് പാടിയ മലയാളികൾ അവരെ കൈവിട്ടു. ഇതിനിടെ അവരുടെ പ്രണയവും വിവാഹവും ഒക്കെ വാർത്തകളിൽ ഇടം പിടിച്ചു. അനിൽ ജോൺ ടൈറ്റസ് എന്ന ആളുമായി അവരുടെ വിവാഹം
കഴിഞ്ഞു. അവർ ദുബായിൽ സെറ്റിൽ ആവുകയും ചെയ്തു. എന്നാൽ 10 വർഷത്തിന് ശേഷം അവർ മലയാളത്തിലും തമിഴിലും തിരിച്ചുവരവ് നടത്തിയെങ്കിലും ഭാഗ്യവും വിജയവും അവരോടൊപ്പം നിന്നില്ല. എന്നാൽ ബിസിനസ്സുകാരിയായ ഇപ്പോഴത്തെ മീര ജാസ്മിൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ എന്റെ സന്തോഷത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എനിക്ക് എന്റേതായ ഒരു ലോകമുണ്ട്. അവിടെ ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തെ കണ്ടെത്തുന്നു. മറ്റൊന്നും എന്നെ ബാധിക്കില്ല. അപ്രകാരം അവരുടെ ലോകത്ത് മീര ജാസ്മിൻ സന്തോഷവതിയായി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കുറ്റബോധത്തിനും ഭൂതകാലത്തെ പരിഹരിക്കാൻ കഴിയില്ല. ജീവിതം ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ്. നല്ല സമയങ്ങളും മോശ സമയങ്ങളും നിറഞ്ഞതുമാണ്. മുന്നോട്ടു പോകുവാനുള്ള ശക്തി കണ്ടെത്തുകയും ജീവിതത്തിന്റെ അടുത്ത അധ്യായം അത്ഭുതകരമായിരിക്കുമെന്ന് വിശ്വസിക്കുകയും വേണം. ഭൂതകാലത്തെ ഖേദമില്ലാതെ സ്വീകരിക്കുക. വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുക. ഭാവിയെ ഭയമില്ലാതെ നേരിടുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം.